ഫിലോസഫി ഡിവൈഡ്സ്, പൊളിറ്റിക്സ് യുണൈറ്റ്സ്. രാഷ്ട്രീയം നമ്മളെ ഒന്നിപ്പിക്കാനുള്ളതാണ്, ദാർശനികത ചിലപ്പോൾ നമ്മെ വിഘടിപ്പിച്ചേക്കാം. അതിന് ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ തുനിയുന്നില്ല. സഖാക്കൾ തമ്മിൽ ഈ വൈരുദ്ധ്യം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ആ വൈരുദ്ധ്യം ഇല്ലാതാക്കാനും അവരെ സമരത്തിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞാലാണ്. കാരണം രാഷ്ട്രീയത്തിൽ നമ്മൾ തമ്മിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമില്ല. ഈ രാഷ്ട്രീയം പറയേണ്ട കാര്യം ആരോടാണ് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗത്തോട്. പ്രവതയുടെ പേജുകൾ എത്ര വേണമെങ്കിലും ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാം. സ്പെയർ മീ ഓൺ മൈ സിക്ക് ബെഡ് എന്നാണ്, ഹോസ്പിറ്റൽ ബെഡ് എന്നാണ് ദാമോദരൻ അദ്ദേഹത്തോട് പറയുന്നത്. അദ്ദേഹം അത് ചർച്ച ചെയ്യാതെ പോവുകയും ചെയ്തു. ആ കത്തൊരിക്കലും പ്രസിദ്ധീകരിച്ച് വന്നതുമില്ല. വലതുപക്ഷ വിമർശകർ പറയുന്നത് പോലെ ഫാസത്തെ എതിർക്കാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത് തെറ്റാണ് എന്ന് അർത്ഥമാകുന്നില്ല. അങ്ങനെ ആവുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ. ഇന്ത്യൻ തത്വചിന്ത പഠിക്കുന്നത്, ഇന്ത്യൻ തത്വചിന്തയെ മനസ്സിലാക്കുന്നത്, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തെ അതിസൂക്ഷ്മമായി പരിശോധിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് അദ്ദേഹം മുൻകൂറായും മനസ്സിലാക്കുകയാണ്. അതിൽ നിന്നൊരു ക്ലൂ പോലും എടുക്കാൻ ബഹുഭൂരിപക്ഷം പ്രവർത്തകർക്കും നേതാക്കൾക്കും അക്കാലത്ത് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എല്ലാ രാഷ്ട്രീയ മുനയും എല്ലാ രാഷ്ട്രീയ ശരങ്ങളും അതിന് നേർക്ക് തൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഈ മന്ത്രി രാജിവെച്ചാൽ ഇദ്ദേഹത്തിന്റെ സമരം തീരും. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം മന്ത്രി രാജിവെക്കാൻ വേണ്ടിയാണ്. നമ്മൾ ആലോചിക്കുന്നത് അജണ്ട എത്ര വളരെ ചെറിയ ഒരു അജണ്ടയാണ് യഥാർത്ഥത്തിൽ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. പ്രധാന രാജിവെക്കണം എന്നുള്ളതേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഞാൻ ഞെട്ടിപ്പോയത് അവരുടെ മാനിഫെസ്റ്റോയിൽ 4-5 കാര്യങ്ങൾ അവർ പറഞ്ഞതിൽ ഒന്ന് UAPA ഉപയോഗിച്ച് എല്ലാവരെയും തടവിലാക്കണം എന്നാണ്. മന്ത്രിമാരെയൊക്കെ UAPA എതിർക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് ആണ് ഞാൻ പറഞ്ഞത്. പ്രത്യയശാസ്ത്രപരമായി, രാഷ്ട്രീയമായി, സൈദ്ധാന്തികമായി മാർക്സിസവുമായി ബന്ധമില്ലാത്ത ലിബറൽ സംഘടനകൾ സമരരംഗത്തുണ്ടാവുന്നത് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ അങ്ങേയറ്റം സ്വീകാര്യമായ ഒരു കാര്യമാണെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അതിനെല്ലാം ഉപരിയായി മാർക്സിസത്തിൻ്റെതായ, ലെനിനിസത്തിൻ്റെതായിട്ടുള്ള, മറ്റ് മാർക്സിസ്റ്റ് ചിന്തകരുടേതായിട്ടുള്ള അടിസ്ഥാന ബോധം കൂടി അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഇടതുപക്ഷം ഇല്ലെങ്കിൽ അത് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ റോസാ ലക്സംബർഗ് പറയുന്ന കാര്യവും ലെനിൻ പറയുന്ന കാര്യവും പരസ്പര വൈരുദ്ധ്യമുള്ളതാണ് എന്ന് പുറമേ തോന്നുമെങ്കിലും ഒരു മാർക്സിസ്റ്റ് വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ പരിശോധിക്കുകയാണെങ്കിൽ മാർക്സിസം എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള 2 കാഴ്ചപ്പാടുകൾ, അതും പരസ്പര ബന്ധിതമായ, വ്യത്യസ്തമായെന്ന് ഞാൻ പറയില്ല, പൂർണ്ണമായും വ്യത്യസ്തമായെന്ന് ഞാൻ പറയില്ല, ആയിട്ടുള്ള 2 കാഴ്ചപ്പാടുകളാണ്. ഈ പാർട്ടി വേണ്ട എന്ന് റോസാ ലക്സംബർഗ് പറയുന്നില്ല, ജനാധിപത്യം വേണ്ട എന്ന് ലെനിനും പറയുന്നില്ല. അവർ രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യമാണ്. പക്ഷേ രണ്ടിലും ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഒന്നിന് പാർട്ടി ഘടനയുടെ, അതെന്താണ്, റഷ്യൻ വിപ്ലവം എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ സൈനികമായി സാർ ചക്രവർത്തിയുടെ ഭരണകൂടത്തെ നേരിടുന്ന ഒരു പാർട്ടി, ടോൾസ്റ്റോയെ പോലെയുള്ള ഒരു പ്രത്യയശാസ്ത്ര പ്രചാരകന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വാധീനവും അങ്ങേയറ്റം നിലനിൽക്കുന്ന റഷ്യൻ ഗ്രാമീണ തലങ്ങളിൽ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈദ്ധാന്തിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹം ശത്രുതാപരമായി ചിന്തിക്കുന്ന ഒരാളല്ലായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു കഥയുണ്ട്. ഈ മെറ്റീരിയലിസം ആൻഡ് എംപിരിയോ ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സൈദ്ധാന്തിക ഗ്രന്ഥം ലെനിൻ എഴുതിയിട്ടുണ്ട്. അത് എഴുതുന്ന സമയത്ത് ഈ മാർക്സിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഒരു കാന്റിയൻ ദർശനമൊക്കെ, അതാണ് യഥാർത്ഥ മാർക്സിസം എന്ന് പറഞ്ഞൊരു ചിന്ത വരുന്നു. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വലിയ വിഭാഗം അതിലേക്ക് ആകർഷിതരാകുന്നു. എങ്ങനെ അവരെ തിരിച്ച് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവുമായി ബന്ധപ്പെട്ട ദാർശനിക പശ്ചാത്തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് ലെനിൻ കുലങ്കുഷമായി ചിന്തിക്കുന്ന സമയത്ത് ഗോർക്കി അദ്ദേഹത്തെ ഇതിന്റെ ചില പ്രധാന പ്രവർത്തകരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ട്, കാപ്രി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ ഈ കാപ്രി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. ലെനിൻ സഖാക്കളെ എല്ലാം കണ്ട് സംസാരിക്കുന്നുണ്ട്, വിപ്ലവത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ദാർശനിക പ്രശ്നങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നതേ ഇല്ല. അദ്ദേഹം ചർച്ചയ്ക്കെടുക്കുന്നില്ല. ഈ വൈരുദ്ധ്യം പാർട്ടിക്കെതിരെയാണ് ഇത് എന്നുള്ളത് പാർട്ടിയുടെ ഫോറങ്ങളിൽ തന്നെ അവരുടെ ലേഖനങ്ങൾ അച്ചടിച്ച് വരുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് എതിർക്കാൻ സാധിക്കുന്നില്ല. കാരണം അവർ മാർക്സിസ്റ്റുകളാണ്, മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളാണ്, പ്രവർത്തകരാണ്. അദ്ദേഹം ഗോർക്കിയോട് പറയുന്ന ഒരു കാര്യം, ഗോർക്കി ചോദിച്ചു, നിങ്ങളിവിടെ നിന്നല്ലോ വന്നത്, നിങ്ങൾ വന്ന് സഹാക്കളോട് ദർശനം പറയാനല്ലേ, ഫിലോസഫി പറയാനല്ലേ, നിങ്ങളെന്താണ് ഈ പൊളിറ്റിക്സ് മാത്രം പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫിലോസഫി ഡിവൈഡ്സ്, പൊളിറ്റിക്സ് യുണൈറ്റ്സ്. രാഷ്ട്രീയം നമ്മളെ ഒന്നിപ്പിക്കാനുള്ളതാണ്, ദാർശനികത ചിലപ്പോൾ നമ്മെ വിഘടിപ്പിച്ചേക്കാം. അതിന് ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ തുനിയുന്നില്ല. ആത്യന്തികമായി തത്വചിന്തയുടെ മേഖലയിൽ പാർട്ടിക്ക് ആധിപത്യം ഉണ്ടാകണ്ട എന്നല്ല അദ്ദേഹം പറയുന്നത്. ഈ സന്ദർഭത്തിൽ
സഖാക്കൾ തമ്മിൽ ഈ വൈരുദ്ധ്യം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ആ വൈരുദ്ധ്യം ഇല്ലാതാക്കാനും അവരെ സമരത്തിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞാലാണ്. കാരണം രാഷ്ട്രീയത്തിൽ നമ്മൾ തമ്മിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം ഇല്ല, ഉള്ളത് സൈദ്ധാന്തികമായിട്ടുള്ള വ്യത്യാസമാണല്ലോ. അദ്ദേഹം തിരിച്ചു പോയിട്ടാണ് ഈ എംപിരിയോ ക്രിറ്റിസം എന്ന് പറയുന്ന, മെറ്റീരിയലിസം ആൻഡ് എംപിരിയോ ക്രിറ്റിസം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അഗാധമായ ദാർശനിക ചിന്തകൾ അടങ്ങിയിട്ടുള്ള പുസ്തകം എഴുതുന്നത്. അതൊരു സമീപനമാണ്. അത് ഒരു പാർട്ടി നേതാവിൻ്റെ പ്രയോഗബദ്ധമായ സർഗാത്മക ചിന്തയിൽ നിന്ന് വരുന്ന ഒരു ധാരണയാണ്. എങ്ങനെയാണ് സഖാക്കളുമായി ഞാൻ ഇടപെടേണ്ടത് എന്നുള്ളത്. അതാണ് അന്ന് യഥാർത്ഥത്തിൽ അവിടെ ലെനിൻ ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം, കെ ദാമോദരൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ കെ ദാമോദരനെ കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്സ് ഉണ്ട്, ഇടതുപക്ഷമുണ്ട്, നമ്മുടെ രാഷ്ട്രീയ പ്രയോഗങ്ങളുണ്ട്. അതിലേക്ക് ഈ റോസാ ലക്സംബർഗിന്റെയും ലെനിന്റെയും ചർച്ചയുടെ സന്ദർഭത്തിൽ നമ്മൾ ദാമോദരനെ കൊണ്ടുവരികയാണെങ്കിൽ, ദാമോദരന് പറയാനുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ റോസാ ലക്സംബർഗ് പറഞ്ഞു വെച്ചത്. എന്താണ്? എതിർത്ത് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം. എതിർത്ത് ചിന്തിക്കാനുള്ള, അത് പാർട്ടി സംബന്ധിച്ച് നമ്മൾ എതിർത്ത് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ പാർട്ടി എന്താണ് എന്ന് മനസ്സിലാക്കുന്നവർ തമ്മിലുള്ള സംവാദത്തിലാണ്, അല്ല പാർട്ടി ശത്രുക്കളുമായിട്ടുള്ള സംവാദത്തിലല്ല, ഇടതുപക്ഷത്തെ എതിർക്കുന്നവരുമായിട്ടുള്ള സംവാദത്തിൽ. അത് ഞാൻ കൂടുതൽ ഞാൻ ഊന്നി പറയുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു എല്ലായ്പ്പോഴും മാർക്സിസ്റ്റുകൾ എവിടെയാണെങ്കിലും പാലിച്ചിരിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ ധാരണയാണ്, അല്ലെങ്കിൽ പാലിക്കേണ്ട ഒരു മാനദണ്ഡമാണ് ആരോടാണ് സമ്മതിക്കുന്നത് എന്നുള്ളത്. നമ്മൾ മാർക്സിസ്റ്റ് സംവാദത്തിൽ പറയുന്നതും മാർക്സിസ്റ്റ് ഇതരമായ സംവാദത്തിൽ പറയുന്നതും വ്യത്യാസമുണ്ട്. അതിൻ്റെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്, അതിനെ സ്വീകരിക്കുന്ന നിരാകരിക്കുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട്. ഇത് മാർക്സിസ്റ്റുകൾ തമ്മിലുള്ള സംവാദമാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറിച്ച് ചിന്തിക്കാനുള്ള, വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം. ഇത് ഈ വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്ന് ഇവിടെ വെച്ച് മാത്രമല്ല ദാമോദരൻ പറയുന്നത്. അങ്ങ് റഷ്യയിൽ പോയിട്ട് അദ്ദേഹം റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇത് പറഞ്ഞിട്ട് വന്ന ആളാണ്. അദ്ദേഹം ചികിത്സയ്ക്കായി റഷ്യയിൽ പോയ സമയത്ത് രോഗബാധിതനായി കിടക്കുകയാണ്. ഇദ്ദേഹം 40കളിൽ ജയിലിലായിരുന്ന സമയത്ത് റഷ്യൻ പഠിക്കുന്നുണ്ട് ദാമോദരൻ. റഷ്യൻ ഭാഷ വായിക്കാൻ അറിയാം. പ്രാവതയാണ് അവിടെ കിട്ടുന്നത്. പ്രാവത അറിയാമല്ലോ, പഴയ സോഷ്യലിസ്റ്റ് പത്രമാണ്. അപ്പോൾ രാവിലെ പ്രാവത വരും, അദ്ദേഹം വായിക്കും. ഒരു ദിവസം പ്രാവത വായിച്ചപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം അന്ന് അവിടെ സാർ ചക്രവർത്തി നെപ്പോളിയന്റെ ആക്രമണത്തെ പരാജയപ്പെടുത്തിയതിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ് റഷ്യയിൽ. ഈ കാര്യവുമായി ബന്ധപ്പെടുത്തി നെപ്പോളിയനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രാവതയിൽ വന്നിരിക്കുകയാണ്. ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ദേശീയതാവാദത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ലേഖനം. അപ്പോൾ ഇത് വായിച്ചിട്ട് ദാമോദരൻ ആദ്യം തോന്നിയത് ഇത് നെപ്പോളിയനെ കുറിച്ചുള്ള മാർക്സിസ്റ്റ് വിശകലനമല്ല, ഇതൊരു ലിബറൽ ദേശീയവാദിയുടെ വിശകലനമാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രത്തിൽ വരേണ്ടതല്ല. കാരണം താൻ ആക്രമിച്ച പ്രദേശങ്ങളിലൊക്കെ തന്നെ ബൂർഷ്വാ ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് നെപ്പോളിയൻ. ആ അർത്ഥത്തിൽ സാർ ചക്രവർത്തിയുടെ കൺസർവേറ്റീവ് യാഥാസ്ഥിതിക പിന്തിരിപ്പൻ പ്രതിലോമ രാഷ്ട്രീയത്തെക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ട രാഷ്ട്രീയമാണ് ഒരു മാർക്സിസ്റ്റിനെ സംബന്ധിച്ചോളം നെപ്പോളിയന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് ദാമോദരൻ ചിന്തിക്കുന്നത്, ആ പ്രാവതയിലെ ലേഖനം വായിച്ചിട്ട് ഉടൻ തന്നെ അദ്ദേഹം റഷ്യൻ ഭാഷയിൽ തന്നെ ഒരു മറുപടി എഴുതി അയക്കുകയാണ്. ഈ മറുപടി എഴുതി അയച്ചപ്പോൾ അത് പിറ്റേ ദിവസം വരുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് വരുമെന്ന് വിചാരിച്ചു. വരുന്നില്ല, കത്ത് വരുന്നില്ല. പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സെൻട്രൽ കമ്മിറ്റി അംഗം നിങ്ങൾ ആലോചിക്കണം, കെ ദാമോദരനെ കാണാൻ വരികയാണ് ആശുപത്രിയിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രാവതയിലേക്കൊരു കത്ത് അയച്ചിരുന്നല്ലോ. അപ്പോൾ ദാമോദരൻ പറഞ്ഞു, പ്രാവതയിലേക്കുള്ള കത്ത് ഞാൻ അയച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാവത പത്രാധിപര് പത്രം അതിൽ അച്ചടിക്കുമ്പോൾ ഞാനതിന് നിങ്ങൾ മറുപടി എഴുതിയാൽ മതി. ഇവിടെ ഈ രോഗക്കിടക്കയിൽ ഇരിക്കുന്ന എൻ്റെ അടുത്ത് വന്ന് നിങ്ങൾ ഈ രാഷ്ട്രീയം പറയേണ്ട കാര്യം ആരോടാണ് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, റഷ്യനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗത്തോട്. പ്രവതയുടെ പേജുകളിൽ എത്ര വേണമെങ്കിലും ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാം. സ്പെയർ മീ ഓൺ മൈ സിക്ക് ബെഡ് എന്നാണ്, ഹോസ്പിറ്റൽ ബെഡ് എന്നാണ് ദാമോദരൻ അദ്ദേഹത്തോട് പറയുന്നത്. അദ്ദേഹം അത് ചർച്ച ചെയ്യാതെ പോവുകയും ചെയ്തു. ആ കത്ത് ഒരിക്കലും പ്രസിദ്ധീകരിച്ച് വന്നതുമില്ല. ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്, അതായത് പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ തന്നെ അഭിപ്രായത്തെ പാർട്ടിയുടെ തന്നെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, പാർട്ടി വിരുദ്ധമായ നിലപാടിൽ നിന്നുകൊണ്ട് പാർട്ടിയെ ചോദ്യം ചെയ്യുന്നതും പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നുള്ളത് വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് കൂടി പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഇതൊരു ആഭ്യന്തര കാര്യമാണ്, ഇതൊരു ആഭ്യന്തരമായിട്ടുള്ള കാര്യമാണ്, എന്ത് നിലപാടെടുക്കണം എന്നുള്ളത്. ആ നിലപാടിൻ്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ റോസാ ലക്സംബർഗ് ഉന്നയിക്കുന്നതും കെ ദാമോദരൻ ഉന്നയിക്കുന്നതും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പലപ്പോഴും
പാർട്ടിയുടെ ചില നിലപാടുകളുമായി വിയോജിക്കേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ വിയോജിച്ച പല നിലപാടുകളും പിന്നീട് ഭാഗ്യകരമെന്നോ ദൗർഭാഗ്യകരമോ എന്ന് പറയാൻ ഞാൻ ആളല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടാണ് ശരിയെന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് ഒരു വലിയ പരിധി വരെ ശരിയാണ് എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ശാഠ്യം പിടിക്കാം, എത്ര വേണമെങ്കിലും ശാഠ്യം പിടിക്കാം. ഇപ്പൊ 40കളിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് നമുക്ക് ശാഠ്യം പിടിക്കാം. ഇതായിരുന്നു ജനകീയ സീസായിരുന്നു ശരി, ശരിയില്ല എന്നല്ലല്ലോ അതിനകത്ത്, ശരിയുണ്ട്. പക്ഷേ ഉണ്ടാകേണ്ട ഒരു ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ, ഒരു സന്തുലിതമായ സമീപനം അന്നുണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്ന ഒരു നിലപാട് എടുക്കേണ്ടി വന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അതിനപ്പുറത്ത് സമന്വയ സാധ്യതകൾ ഉണ്ടായിരുന്നു. ദാമോദരനെ പോലുള്ളവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച വികസിച്ചിരുന്നെങ്കിൽ ഈ രണ്ട് നിലപാടും, ആഗോള ഫാസിസത്തെ എതിർക്കാൻ റഷ്യയുമായി ചേരുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ആഭ്യന്തര രംഗത്ത് ബ്രിട്ടീഷ് സർക്കാരുമായി കുറെ കൂടി വൈരുദ്ധ്യപരമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമായിരുന്നു. അതുണ്ടായില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് വലതുപക്ഷ വിമർശകർ പറയുന്നത് പോലെ ഫാസിസത്തെ എതിർക്കാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചത് തെറ്റാണ് എന്ന് അർത്ഥമാകുന്നില്ല. അങ്ങനെ ആവുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഫാസിസത്തെ എതിർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ അന്നത്തെ സംഘടനാ രൂപമാണ്. എവിടെയാണെങ്കിലും, ലോകത്ത് എവിടെയാണെങ്കിലും വന്നത് അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറി നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. പിൽക്കാലത്ത് പ്രാഗ് വസന്തവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം, പ്രാഗ് വസന്തം എന്ന് പറയുന്ന ചെക്കോസ്ലോവാക്യയിലെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ചർച്ചകളും സമരങ്ങളും ഒക്കെ ആയി വന്നപ്പോൾ അതിനെ അടിച്ചമർത്താൻ വേണ്ടി റഷ്യൻ സൈന്യം അവിടെ വന്നു എന്നുള്ളതാണ് പ്രാഗ് വസന്തം എന്ന് നമ്മൾ പറയുന്ന ആചാരം. അവിടെ ദാമോദരൻ വ്യത്യസ്തമായ നിലപാടെടുത്തു പാർട്ടിയിൽ നിന്നും. അതെങ്ങനെയാണ് നിലപാടെടുക്കുന്നത്? ഈ നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹം എടുക്കുന്നത് വെറുതെ നമ്മൾ രാവിലെ പത്രം വായിച്ച് മാതൃഭൂമി മനോരമയും വായിച്ച് നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെയല്ല. നിലപാടെടുക്കുന്നത് ചെക്കോസ്ലോവാക്യൻ എംബസിയിൽ പോയി അവിടുന്ന് മുഴുവൻ രേഖകളും വാങ്ങിച്ചു. അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സംഭവങ്ങളെ കുറിച്ചുള്ള വിശദമായ രേഖകൾ വാങ്ങിച്ചു. അതിനുശേഷം അത് പഠിച്ചു. അത് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നത്. എന്ന് മാത്രവുമല്ല, വിതർ ചെക്കോസ്ലോവാക്യ എന്ന് പറഞ്ഞ് അദ്ദേഹം തൂലികാ നാമത്തിൽ എഡിറ്റ് ചെയ്ത് ഒരു പുസ്തകം ഇറക്കി. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ആ പുസ്തകം ഏതാണെന്ന് അദ്ദേഹവും പറഞ്ഞിട്ടില്ല. പി ഗോവിന്ദപിള്ള ദാമോദരനെ പറ്റി എഴുതിയ പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. മറ്റ് പലരും ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ പുസ്തകം ഏതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ മാധ്യമ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. PK സുന്ദരം എന്ന പേരിലാണ് K ദാമോദരൻ ആ തൂലികാനാമത്തിലാണ് ആ പുസ്തകം എഴുതിയത്. അതിനകത്തെ ലേഖനങ്ങളെല്ലാം തന്നെ സഖാക്കളായിരുന്നു എഴുതിയത്. അവരെല്ലാം തൂലികാനാമത്തിലാണ് അതിൽ എഴുതിയത്. പക്ഷെ പാർട്ടിക്കുള്ളിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, തൂലികാനാമത്തിൽ ഇത്തരം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. പാർട്ടിക്കുള്ളിൽ ഈ പുസ്തകത്തെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ ദാമോദരൻ ആദ്യം ചെയ്യുന്നത് എന്താണ്? ദാമോദരൻ ആദ്യം ചെയ്യുന്നത് ഇത് ഞാനാണ് എഡിറ്റ് ചെയ്തത് എന്ന് പറയുകയാണ്. ഇതാണ് ഞാൻ അകത്തും പുറത്തും എന്നുള്ളത്. തൂലികാനാമത്തിലാണ് ആ പുസ്തകം എഡിറ്റ് ചെയ്ത് ഇറക്കിയതെങ്കിലും പാർട്ടിക്കുള്ളിൽ ചർച്ച വന്ന നിമിഷത്തിൽ തന്നെ അത് ഏറ്റെടുക്കുകയാണ് അദ്ദേഹം. അതിൽ നിന്ന് മാറാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം മാറിയില്ല. അദ്ദേഹത്തെ പല രീതിയിലും സോവിയറ്റ് യൂണിയൻ അടക്കം നിർബന്ധിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം മാറിയില്ല. മാറി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്ന അടിസ്ഥാനപരമായ ഒരു മാർസിയൻ ജനാധിപത്യ വിശ്വാസത്തിൽ കൂടി നിലനിന്നുകൊണ്ടാണ്. ഇതൊരു മാർസിയൻ ജനാധിപത്യ വിശ്വാസമാണ്. മാറി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം, വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എന്നത് നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് റോസാ ലക്സംബർഗിനോടൊപ്പം തന്നെ K ദാമോദരനും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് ഇത്. ഇത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇടതുപക്ഷത്തിന്റെ പ്രായോഗിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശം. K ദാമോദരന്റെ പ്രസക്തി അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സുനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇന്ത്യ നേരിടാൻ പോകുന്ന യഥാർത്ഥത്തിലുള്ള ഭീഷണി എന്താണ് എന്നുള്ളത് മുൻകൂട്ടി കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ 50കളിൽ ഇത്രയും ആവേശത്തോടുകൂടി, ഇത്രയും ഇന്റൻസീവായി, അത് ഏറ്റവും തീവ്രതയോടുകൂടി ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച്, ദാർശനിക പാരമ്പര്യത്തെക്കുറിച്ച് പരിചിന്തിക്കാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നില്ല. 50കളിലും 60കളിലും അദ്ദേഹത്തിന്റെ മനസ്സിനെ മഥിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം ആന്തരിക ജനാധിപത്യത്തിന്റെ കാര്യമുണ്ട്, നമ്മളത് സംസാരിച്ചു കഴിഞ്ഞല്ലോ. അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ മനസ്സിനെ മഥിച്ചത് ഒരു കാര്യം, എങ്ങനെയാണ് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തെ, ഇന്ത്യയുടെ ദാർശനിക ചരിത്രത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചു ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിന്, എന്ത് സംഭവിച്ചു ഇന്ത്യയുടെ ദാർശനിക ചരിത്രത്തിന്, അതാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. ഇത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള അന്വേഷണം. ഇപ്പൊ കൊസാംബി ആണെങ്കിലും രാഹുൽ സംകൃത്യായനാണെങ്കിലും രവി പ്രസാദ് ചതോപാധ്യായ ആണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചിന്തകൾ ആവിഷ്കരിച്ചവരാണ്, വളരെ ശക്തമായ രീതിയിൽ ആവിഷ്കരിച്ചവരാണ്. അവരുടെയൊക്കെ ചിന്തയിൽ ഇതിന്റെ അനുരണനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതിന് ഏറ്റവും ശക്തമായൊരു രാഷ്ട്രീയ മുഖം കൊടുക്കുന്നത്, അതായത് എങ്ങനെയാണോ അങ്ങേയറ്റത്തെ കൃത്യതയോടുകൂടി ബ്രാഹ്മണിക്കൽ ഐഡിയോളജി,
ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രം ഇന്ത്യയുടെ തത്വചിന്താ ചരിത്രത്തിൽ ഇടപെട്ടത് എന്ന കാര്യം പരിശോധിക്കാനാണ് ഇന്ത്യൻ തോട്ടും അതുപോലെ ഇന്ത്യയുടെ ആത്മാവ് തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം തന്നെ കെ ദാമോദരൻ എഴുതുന്നത്. അതായത് ഇന്ത്യ ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഫാസിസ്റ്റ് ഭീഷണി എന്ന് പറയുന്നത് ഹിന്ദുത്വ ശക്തികളിൽ നിന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ആ ഹിന്ദുത്വ ശക്തികളുടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ എന്ന് പറയുന്നത് ബ്രാഹ്മണിസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഓരോ തത്വചിന്തയും ഇഴപിരിച്ച് പരിശോധിക്കുമ്പോൾ ദാമോദരൻ പറയുന്നത് എങ്ങനെയാണ് ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ഇതിലേക്ക് കടന്നു വന്നത് എന്നാണ്. ഒരു കാലഘട്ടത്തിൽ നാസ്തിക ദർശനങ്ങളായി ആരംഭിച്ച, അല്ലെങ്കിൽ നാസ്തിക ദർശനം എന്ന് പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഭൗതികവാദപരമായ ദർശനങ്ങളായി ഉയർന്നു വന്ന ഇന്ത്യൻ ദാർശനിക ധാരകളെ എങ്ങനെയാണ് ആശയവാദപരമായ ചിന്താഗതികളാക്കി ബ്രാഹ്മണിക്കൽ ഐഡിയോളജി മാറ്റി തീർത്തത് എന്ന ചോദ്യമാണ് ദാമോദരൻ ചോദിക്കുന്നത്. അല്ല ഇതെല്ലാം ഏതരത്തിലും ആശയവാദമാണെന്ന് പറയുകയല്ല, ഇതെല്ലാം ഭൗതികവാദമാണെന്ന് പറയുകയല്ല. അദ്ദേഹത്തിന്റെ രചനയിൽ ഒരു മാർക്സിസ്റ്റ് സമീപനമുണ്ട്. വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. ഇപ്പോൾ ന്യായ വൈശേഷിക ദർശനങ്ങൾ, അതുപോലെ തന്നെ യോഗ, സാഖ്യം, ഇതിലെല്ലാം തന്നെ ജൈന ബുദ്ധ മതങ്ങൾ, ഇതിലെല്ലാം തന്നെ ഇതിലുണ്ടായിരുന്ന അടിസ്ഥാനപരമായ ഒരു ഭൗതികവാദ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രം ആശയവാദപരമായി മാറ്റിയത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ മാർക്സിസ്റ്റ് പദാവലി ഉപയോഗിച്ചിട്ട് തത്വചിന്താ ചരിത്രം പറയുന്നത് പോലെ പലതരത്തിലുള്ള ആശയവാദങ്ങൾ, പിന്നെ ഭൗതികവാദം ഉണ്ടായി, ഫോയർബാഖിന്റെ ഭൗതികവാദം ഉണ്ടായി, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഉണ്ടായി എന്ന് പറയുന്നത് പോലെ പറയാൻ പറ്റില്ല. കാരണം ഓരോ ഘട്ടത്തിലും പല ഘട്ടങ്ങളിലായി ഭൗതികവാദം ഉയർന്നു വരുന്നു. ആ ഉയർന്നു വരുന്ന ഭൗതികവാദങ്ങളെ പല രീതിയിൽ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി ആശയവാദപരമായി മാറ്റുന്നു. അതിനകത്ത് അവരുടേതായ പ്രക്ഷിപ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ചേർക്കുന്നു. അതിനെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും വ്യവച്ഛേദിക്കുകയും ചെയ്യുന്നു. ഇപ്പം നമ്മൾ ന്യായ വൈശേഷിക ദർശനം നോക്കുക, അതുപോലെ തന്നെ ഈ ട്രാൻസെൻഡന്റൽ ഐഡിയലിസം എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് ചിന്തയുടെ തന്നെ നോക്കുക, ശൂന്യതാവാദത്തിന്റെ കാര്യമെടുക്കുക. ഇപ്പം ന്യായ വൈശേഷിക ദർശനം എന്ന് പറയുന്ന ഒരു റിയലിസ്റ്റ് ദർശനമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ഭൗതികവാദ ദർശനമാണ്. ഒരു ഭൗതികവാദ ദർശനവും ഒരു ശൂന്യവാദ ദർശനവും തമ്മിലാണ് യഥാർത്ഥത്തിൽ ഈ ബുദ്ധ മതവും അതിനു മുമ്പ് നിലനിന്നിരുന്ന ഇന്ത്യൻ ഭൗതികവാദവും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതിന് മറ്റൊരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ശങ്കരനെ പോലുള്ളവരൊക്കെ അദ്ദേഹത്തെ ചിലപ്പോഴൊക്കെ പ്രച്ഛന്ന ബുദ്ധൻ എന്നൊക്കെ വിളിക്കുന്നത്. ഇതിൽ നിന്ന് സ്വാംശീകരിച്ചു, അതിൽ നിന്ന് സ്വാംശീകരിച്ചു, അങ്ങനെ ഒരു ഈ ശങ്കരൻ ഒരു സങ്കര തത്വചിന്തയാണ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള മൗലികമായിട്ടുള്ള ഒരു തത്വചിന്തയല്ല ശങ്കരൻ, ഒരു സങ്കര തത്വചിന്തയാണ് അദ്ദേഹത്തിന്. അത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് സൗന്ദര്യലഹരി വിവർത്തനം ചെയ്ത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കേണ്ട ചിലരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ബുദ്ധമത വിശ്വാസിയായ ഇദ്ദേഹം എന്തിനാണ് സൗന്ദര്യലഹരി വിവർത്തനം ചെയ്തത്? സൗന്ദര്യലഹരി വിവർത്തനം ചെയ്യുന്ന അതിൻ്റെ ദൈക്ഷണികവും അതിൻ്റെ എസ്തറ്റിക് ആയിട്ടുള്ള സൗന്ദര്യാത്മകവും ലാവണ്യപരവുമായിട്ടുള്ള ശക്തി കൊണ്ടാണ്. അത്തരം ശക്തിയുള്ള ഒരു കൃതിയാണത്. നമ്മളെ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാളിദാസൻ അടക്കമുള്ള സംസ്കൃത സാഹിത്യകാരന്മാർ, കവികൾ, അവർ കൊണ്ടുവന്ന ചില ഉപമാ സങ്കല്പമുണ്ട്. ഒരു സ്ത്രീയെ എങ്ങനെയാണ് ഉപമിക്കുക, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എങ്ങനെയാണ് ഉപമിക്കുക എന്നുള്ളത്. ആ രീതിയിൽ ഉപമിക്കാൻ കഴിയാത്ത ഒരു അതീത വസ്തുവായിട്ട് ദേവിയെ സങ്കല്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഒരു സ്ത്രീയെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നും ഇപ്പം അന്നനട പറയാൻ പറ്റില്ല. കാരണം അന്നം നടക്കാൻ പഠിക്കുന്നത് ദേവിയിൽ നിന്നാണ്. അപ്പോൾ ദേവിക്ക് അന്നനടയാണെന്ന് പറയാൻ പറ്റില്ല. ദേവിയുടെ ചുണ്ട് പുഷ്പം പോലെയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം പുഷ്പത്തിന് ഭംഗി കിട്ടുന്നത് ദേവിയുള്ളത് കൊണ്ടാണ്. കാളിദാസനും മറ്റ് സാഹിത്യകാരന്മാരും ഉപയോഗിച്ച ഉപമകളെ മുഴുവൻ തകിടം മുറിക്കുകയാണ് ശങ്കരാചാര്യ ചെയ്യുന്നത്. ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹം അതിനകത്തൊരു ചലഞ്ചായിട്ട് കണ്ടത്. ഒരു ദൈക്ഷണികമായ സൗന്ദര്യശാസ്ത്രപരമായ ഒരു ചലഞ്ചുള്ള കൃതിയാണ്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നത്. അദ്ദേഹത്തിന്റെ ദർശനം എന്ന് പറയുന്നത് ഈ ഒരു ഹൈബ്രിഡ് ദർശനം അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദാർശനിക മേഖലയിൽ നിലനിന്നിരുന്ന വർഗ സംഘർഷത്തിന്റെ ഒരു പ്രതിഫലനമാണ് അദ്ദേഹത്തിന്റെ ഈ സമന്വയ സമീപനം എന്ന് പറയുന്നത്. ആ സമന്വയ സമീപനത്തിലേക്ക് അദ്ദേഹത്തെ നിർബന്ധിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഈ രണ്ട് ഭൗതികവാദ ധാരകളും ആശയവാദ ധാരകളും തമ്മിൽ നിന്നിരുന്ന സംഘർഷമല്ല, മറിച്ച് നിലനിൽക്കുന്ന ഭൗതികവാദ ധാരകളെ ആശയവാദ ധാരകളാക്കി മാറ്റാനുള്ള ബ്രാഹ്മണിസത്തിന്റെ കുത്സിത ശ്രമമാണ് എന്ന ചരിത്രപരമായ നിഗമനമാണ് യഥാർത്ഥത്തിൽ എത്ര മൗലികമായ ഒരു നിഗമനത്തിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നതെന്ന് നോക്കുക. അതാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി. അതുകൊണ്ടാണ് വളരെ ശക്തമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ഇത് ഒരു പ്രതിരോധമാണ് എന്ന്, അതായത് ഇന്ത്യൻ തത്വചിന്ത പഠിക്കുന്നത്, ഇന്ത്യൻ തത്വചിന്തയെ മനസ്സിലാക്കുന്നത്, ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തെ അതിസൂക്ഷ്മമായി പരിശോധിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് അദ്ദേഹം മുൻകൂറായും മനസ്സിലാക്കുകയാണ്. 70കളിലേക്ക് എത്തുമ്പോഴേക്ക് തന്നെ നമുക്കറിയാം ഇന്ത്യയുടെ സാഹചര്യം മാറിക്കഴിഞ്ഞു.
1964 ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തെ അങ്ങേയറ്റം മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ കൂടുതൽ വിസിബിലിറ്റി കിട്ടാൻ, ദൃശ്യത കിട്ടാനായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ ശ്രമിക്കുന്നത് ജനസംഘമാണ്. ആ അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലമുണ്ട്. സ്വതന്ത്ര പാർട്ടിയുമായി കൂട്ടിച്ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന പാർലമെന്റ് അംഗങ്ങളെക്കാൾ കൂടുതൽ അംഗബലത്തോടു കൂടി വലതുപക്ഷ ശക്തികൾ പാർലമെന്റിൽ വരുന്നത് 64 ശേഷമാണ്. നെഹ്റു മരിച്ചതിന് ശേഷമുള്ള സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ്. ആ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ആ സന്ദർഭത്തിലുണ്ടായ പ്രശ്നം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പാർട്ടിയിലെ പിളർപ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം എന്തുമാത്രം രാഷ്ട്രീയ ഊർജം ഈ പിളർപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന്, രണ്ടു കൂട്ടരുടെയും നേതൃത്വത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പരസ്പരമുള്ള ചർച്ചകൾക്ക്, സംവാദങ്ങൾക്ക്, നമ്മളാണോ ശരി അവരാണോ ശരി എന്നൊക്കെയുള്ള തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇന്നും നിലനിൽക്കുന്ന ആ തർക്കവുമായിട്ട് അക്കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യയിൽ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു ഫാസിസ്റ്റ് ശക്തി അതിൻ്റെ വരവറിയിക്കുന്ന വർഷം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുര്യോഗങ്ങളിലൊന്നായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ചെലവഴിച്ച രാഷ്ട്രീയ ഊർജം അത് പിന്നെ തിരിച്ചു പിടിക്കാൻ പാർട്ടികൾക്ക് എത്ര കാലം വേണ്ടി വന്നു? വീണ്ടും ഒന്നിക്കേണ്ടി വന്നു. ആ ഘട്ടത്തിന് ശേഷം ഈ ശക്തികൾ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. RSS, ബാലാസാഹേബ് ദേവരശ് അപ്പോഴാണ്, ആ സന്ദർഭത്തിലാണ് 69-ലാണ് RSSന്റെ സർ സംഘചാലകോ അങ്ങനെ എന്തോ ആയിട്ട് വരുന്നത്. വന്നോടുകൂടി തന്നെ അദ്ദേഹം ഭരണം പിടിക്കാനുള്ളൊരു സാഹചര്യം, കോൺഗ്രസിനെ തകർത്താൽ ഹിന്ദുത്വ ശക്തികൾക്ക് ഭരണം പിടിക്കാനുള്ളൊരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി കോൺഗ്രസിൽ നിന്ന് പിളർന്നുപോയ പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികളെയും മറ്റുള്ളവരെയും ജയപ്രകാശ് നാരായണനുമായി കൂട്ടിച്ചേർത്ത് ഒരു മുന്നണി ഉണ്ടാക്കി ഇന്ത്യയിലുടനീളം തന്നെ കലാപങ്ങൾ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല, കാരണം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട് ഇങ്ങനെ പറയുന്നത്. പക്ഷേ 70-കളിലെ ഇത് ഞാൻ പറയുന്നതല്ല, ഘനശ്യാം എന്ന് പറയുന്ന ഷാ എന്ന് പറയുന്ന ചിന്തകൻ, എഴുത്തുകാരൻ 1975 ഗുജറാത്തിൽ നടന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന എപ്പോഴാണ്? ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 1975 മെയ്യിലാണ്, ജൂണിലാണ് അവിടെ ജനതാ മോർച്ച അധികാരത്തിൽ വരുന്നത്. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, അടിയന്തരാവസ്ഥ കൊണ്ടല്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഗുജറാത്തിൽ ജനതാ മോർച്ച എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ജഗ്ജീവൻ റാമിനെ കല്ലെറിഞ്ഞു, വലിച്ചു താഴെയിട്ടു. ഇന്ദിരാഗാന്ധിയെ കല്ലെറിഞ്ഞു, കോൺഗ്രസിനെ യോഗങ്ങൾ നടത്താൻ സമ്മതിച്ചില്ല. അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്, KPW എഴുതിയ ലേഖനമാണ്, അന്ന് എഴുതിയ ലേഖനമാണ്. RSSും അതിന്റെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനകളും എല്ലാം കൂടി ചേർന്ന് ജയപ്രകാശ് നാരായണന്റെ പേര് പറഞ്ഞ്, അദ്ദേഹം ഒരുപക്ഷെ അത്രയും സൂക്ഷ്മമായി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല, എങ്കിൽ പോലും അതിന്റെ പേര് പറഞ്ഞ് കലാപം അഴിച്ചു വിടുകയും കോൺഗ്രസിന് പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടാണ് ഗുജറാത്തിൽ ജയിക്കുന്നത്. അതിനുശേഷമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അവിടെ നിൽക്കട്ടെ, 19 മാസത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എല്ലാവരും നമ്മളോട് പറയുന്നത് എന്താണ്? അതിനുശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും പ്രതിപക്ഷം ജയിച്ചിരിക്കുന്നു. ശരിയല്ല. കേരളം മാത്രമല്ല, തമിഴ്നാട്ടിൽ കോൺഗ്രസും സഖ്യശക്തികളുമാണ് ജയിച്ചത്, കർണാടകത്തിൽ കോൺഗ്രസും സഖ്യശക്തികളുമാണ് ജയിച്ചത്, ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസും സഖ്യശക്തികളുമാണ് ജയിച്ചത്, ആസാം അടക്കമുള്ള നോർത്ത് ഈസ്റ്റേൺ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആണ് ജയിച്ചത്. എവിടെയാണ് കോൺഗ്രസ് തോറ്റത്? ഉത്തരേന്ത്യയിൽ മാത്രം. പക്ഷെ അവിടെയാണ് കൂടുതൽ MP-മാരുള്ളത്. എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ തോറ്റത്? കാരണം നോർത്ത് ഈസ്റ്റേൺ പ്രദേശങ്ങളിലും ദക്ഷിണേന്ത്യയിലും അന്ന് RSS ഉണ്ടായിരുന്നില്ല. RSSന്റെ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതയുണ്ടായിരുന്നു, അവർക്ക് സംഘടനാ ശേഷി ഉണ്ടായിരുന്നില്ല. RSS ഇല്ലാതിരുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് തന്നെയാണ് ജയിച്ചത്, അടിയന്തരാവസ്ഥ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ പറയാമല്ലോ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോറ്റു. ഇന്ദിരാഗാന്ധി വീണ്ടും ഇലക്ഷൻ നിൽക്കാനായിട്ട് എവിടെയാണ് വരുന്നത്? കർണാടകയിലെ ചിക്കമംഗ്ലൂരിലാണ് വരുന്നത്. അപ്പോഴെന്താണ്? അടിയന്തരാവസ്ഥ, ഷോക്ക് കമ്മീഷനായി എന്ന് നമ്മൾ പറയുന്ന പോലെ, പവനായി ശോഭായി എന്ന് പറയുന്നത് പോലെ, സകല താനും മലപ്പുറം കത്തി എന്നൊക്കെ മലപ്പുറത്ത് വന്ന് പറഞ്ഞാൽ അടി കിട്ടുമെന്ന് എനിക്കറിയില്ല, എന്നാലും പറയുന്നതാണല്ലോ എന്ന് പറയുന്നത് പോലെയുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടക്കുന്ന സമയത്ത് കർണാടകയിൽ വന്ന് മത്സരിച്ച ഇന്ദിരാഗാന്ധി 1 ലക്ഷം വോട്ടിനാണ് ജയിക്കുന്നത്. ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അപ്പോഴും ജയിച്ചിട്ടില്ല. അന്ന് ഇവിടെ കഴക്കൂട്ടത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ AK ആന്റണിയാണ് ജയിച്ച് മുഖ്യമന്ത്രിയാകുന്നത്. കേരളത്തിലൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? 70-കളിലെ ഹിന്ദുത്വ
സമാഹരണം എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു. ആ രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ 2014 മുതൽ 12 കൊല്ലമായി മോഡി അധികാരത്തിലിരിക്കുന്നത്. അതിനിടയ്ക്ക് BJP അധികാരത്തിൽ വന്നത്, പല പ്രാവശ്യവും കോൺഗ്രസ് ഭരണങ്ങളെ വെല്ലുവിളിക്കാൻ അവർക്ക് സാധിച്ചത് ഈ 70കളിലെ രാഷ്ട്രീയ സമാഹരണം കൊണ്ടാണ്. 70കളിലെ ഈ രാഷ്ട്രീയ സമാഹരണത്തെ, ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ സമാഹരണത്തെ മുൻകൂട്ടി കാണാൻ സാധിച്ചു. വലതുപക്ഷ പ്രതിലോമ ശക്തികളുടെ ഐക്യത്തെ മുൻകൂട്ടി കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ദാമോദരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ എതിർത്തത്. അല്ലെങ്കിൽ 50കളിൽ വേറെ ആരും ചെയ്യാത്തതുപോലെ, 60കളിൽ മറ്റാരും ചെയ്യാത്തതുപോലെ ഇത്ര കൃത്യമായി ഇതിന്റെ പുറകെ ലേഖനങ്ങൾ, ഉപരിലേഖനങ്ങൾ എഴുതുകയാണ്, പുസ്തകങ്ങൾ എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ ഹിന്ദുത്വ ശക്തികളെ എങ്ങനെ എതിർക്കാം, എവിടെയാണ് അവരെ എതിർക്കേണ്ടത്, ഏത് മർമ്മത്തിലാണ് അടിക്കേണ്ടത് എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നിന്നൊരു ക്ലൂ പോലും എടുക്കാൻ ബഹുഭൂരിപക്ഷം പ്രവർത്തകർക്കും നേതാക്കൾക്കും അക്കാലത്ത് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് അന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എല്ലാ രാഷ്ട്രീയ മുനയും, എല്ലാ രാഷ്ട്രീയ ശരങ്ങളും അതിന് നേർക്ക് തൊടുക്കാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു, അത് ബലറാമിനെ പോലെയുള്ള നേതാക്കൾ അത് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് 80കളായപ്പോഴേക്കും ഇതിൻ്റെ കാര്യം പിടികിട്ടുന്നുണ്ട്. 80കളായപ്പോഴാണ് ബലറാമിനെ പോലുള്ളവർ വളരെ ശക്തമായിട്ട് ഇതിനെക്കുറിച്ച് എഴുതാൻ ആരംഭിക്കുന്നത്, പ്രത്യേകിച്ച് ഈ ദർശനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഭൗതികവാദപരമായ അടിത്തറകളെക്കുറിച്ചുമൊക്കെ. പക്ഷെ അപ്പോഴും ദാമോദരൻ അവശേഷിപ്പിച്ചു പോയ ഏറ്റവും പ്രധാനപ്പെട്ട സൈദ്ധാന്തിക പ്രവർത്തനം, അതായത് ഈ ഭൗതികവാദ ധാരകളെ ആശയവാദ ധാരകളാക്കി മാറ്റുന്ന പ്രക്രിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഹിന്ദുത്വത്തെ പ്രായോഗികമായി സ്ഥാപിക്കുന്നതിനുള്ള ഒരു സൈദ്ധാന്തിക പശ്ചാത്തലമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. അതാണ് ദാമോദരനെ മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമഗ്രമായ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു രാഷ്ട്രീയ സന്ദേശം ഉണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയ സമഗ്രത. മറ്റേതൊരു മാർക്സിസ്റ്റ് ചിന്തകനെയും പോലെ ദാമോദരന്റെ ചിന്തയിൽ ഒരു മാർക്സിസ്റ്റ് സമഗ്രത ഉണ്ടായിരുന്നു. ആ സമഗ്രത മനസ്സിലാക്കുന്നതിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് പാളിച്ച പറ്റിയത്. ഇന്ന് ദാമോദരനെ പറ്റി നമ്മൾ പരിചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സൈദ്ധാന്തിക സമഗ്രത, ദാർശനിക സമഗ്രത ദാമോദരന്റെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ എണ്ണമറ്റ കൃതികളിൽ, എണ്ണമറ്റ സമീപനങ്ങളിൽ, രചനകളിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും കാതലായ ഈ രാഷ്ട്രീയ സൈദ്ധാന്തിക സന്ദേശം, അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ സമഗ്രത, അദ്ദേഹത്തിൻ്റെ ഈ ചിന്താ സമഗ്രതയിലേക്ക് ഒരു കണ്ണു പായിക്കാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് മാർക്സിസത്തെക്കുറിച്ചാണെങ്കിലും ഇടതുപക്ഷത്തെക്കുറിച്ചാണെങ്കിലും ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, അതിൻ്റെ പ്രായോഗികമായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യമേ തുടർന്ന് പറഞ്ഞതുകൊണ്ടാണ് മാർക്സിസം എന്ന് പറയുന്നത് ഒരു സിദ്ധാന്ത സമഗ്രത മാത്രമല്ല, അതിൻ്റെ പ്രായോഗികത എന്ന് പറയുന്നത് ഇന്ത്യയിൽ എങ്ങനെയാണ് എന്ന് ആലോചിക്കുന്നതിന് ഏറ്റവും ശക്തമായ സൈദ്ധാന്തിക പരികൽപ്പനകൾ, രാഷ്ട്രീയ സന്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള പ്രമുഖനായ ഒരു മാർക്സിസ്റ്റ് ചിന്തകനാണ് ദാമോദരൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.